അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ വളരെ വേഗത്തിൽ തന്നെ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു ശാബാൻ മാസത്തിലെ ഈ ഓരോ ദിവസങ്ങളിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അമലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ രണ്ട് കൈയും നീട്ടി പടച്ചോൻ്റെ മുമ്പിലിരുന്ന് ശാബാനിലെ ഓരോ രാവുകളിലും പകലുകളിലും നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല തക്കമായി സ്വീകരിച്ച് അതിൻ്റെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാൻ പോകുന്ന ഈ ഒരു അമല് നമ്മുടെ ചെറുതും വലുതും രഹസ്യമായിട്ടുള്ളതും പരസ്യമായിട്ടുള്ളതായിട്ടുള്ള ഏതൊരു കാര്യത്തിനും ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. ആരും അറിയാത്ത പ്രശ്നങ്ങളുണ്ടാകും, എല്ലാവരും അറിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും, മാനം കെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇത്തരത്തിൽ ഏതൊരു പ്രശ്നത്തിനോ ബുദ്ധിമുട്ടിനോ വേണ്ടിയിട്ടാണോ ഇതിന് നെയ്യത്ത് വെച്ചിട്ടുള്ളത്, ഇൻഷാ അല്ലാഹ് അതിനും ഒരു വഴി ഈ ഒരു അമലിലുണ്ട്. അപ്പോൾ അത്രയും മഹത്തായിട്ടുള്ള ഈ ഒരു അമലിൽ ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പം അത് നിങ്ങളുടെ കുടുംബത്തിലെ, ഫ്രണ്ട്സിലെ, ഫാമിലീസിലെ ആർക്കെങ്കിലും ഇത്തരത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസമോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ പരിശുദ്ധമായിട്ടുള്ള ദിവസത്തിൽ അവർ ഈ ഒരു അമലിനെ ചെയ്ത് അവർക്കും അതിൻ്റെ ഫലം കിട്ടുകയാണെങ്കിൽ അവർ നിങ്ങളെയും അവരുടെ ദ്വായുടെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കും, ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്കതിലേക്ക് കടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാം. യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റിൽ വീഡിയോ എത്തിച്ചേരാൻ അത് കാരണമായേക്കും. അത് കാരണത്താൽ ഒരുപാട് ആളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരാനും കാരണമാകും, ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അല്ലേ. ഒരുപാട് ആളുകൾ പലതരം കാര്യങ്ങൾ പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവരെയും ആത്മാർത്ഥമായി തന്നെ ദുആകളിലൊക്കെ ഓർക്കാറുണ്ട് അല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, 2025 റമളാന്, ഷാബാന്, റജബ് ഈ സമയത്തൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ തോളിലും കൈയിട്ടിരുന്ന് നമ്മുടെ ഒപ്പം ചോറ് തിന്ന് നമ്മുടെ ഒപ്പം വെള്ളം കുടിച്ച് നമ്മുടെ ഒപ്പം കളിച്ചും ചിറിച്ചും നടന്നിരുന്ന എത്ര ആൾക്കാർ ഇന്ന് ഖബറിലാണ്. പെട്ടെന്ന് മരണപ്പെട്ടവർ എത്ര ആളുകളുണ്ട്. ജീവിതം ആസ്വദിച്ച് വരുമ്പോൾ ആ ഒരു ആസ്വാദനത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എത്ര ആളുകളുണ്ട്. അവരെയൊക്കെ നമ്മുടെ ഈ പരിശുദ്ധമായിട്ടുള്ള ഷാബാൻ മാസത്തിലെ ബറാഅത്ത് രാവിലെ ഓരോ ദുആകളിലും നമ്മൾ ഉൾപ്പെടുത്തുക. ഈ പരിശുദ്ധമായിട്ടുള്ള ബറാഅത്ത് രാവിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരവരുടെ ആ ഒരു ഖബർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു ശിക്ഷയെങ്കിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ മഹത്തായിട്ടുള്ള ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് പടച്ച തമ്പുരാൻ ആ ഒരു പ്രയാസത്തെ നീക്കി കൊടുക്കട്ടെ. നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ഇന്ന് ഇപ്പം നമ്മളുണ്ട്, നാളെ നമ്മളുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയില്ല. അടുത്ത കൊല്ലം ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ഉണ്ടാകുമെന്നും നമുക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഉള്ള സമയം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമുക്ക് വയ്യാതിരിക്കുന്നൊരു സമയത്ത് നമ്മൾ പറയരുത്, റബ്ബേ ഞാൻ അന്ന് അങ്ങനെ ചെയ്തില്ലല്ലോ, അന്ന് ഞാൻ അത്തരത്തിൽ ദുആകൾ ചെയ്തില്ലല്ലോ, അത്തരത്തിൽ ദിക്റുകൾ ചൊല്ലിയില്ലല്ലോ, അത്തരത്തിൽ സലാത്തുകൾ ചൊല്ലിയില്ലല്ലോ എന്ന് നമ്മൾ ആ ഒരു അവസ്ഥയിൽ ദുഃഖം പേറിയിരിക്കേണ്ട ഒരവസ്ഥ വരരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ ദിവസവും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഓരോ സലാത്തുകളും ദിക്റുകളും സലാത്തുകളും നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ചില ആളുകൾ പറയുന്ന കേൾക്കാം, ഞങ്ങൾക്ക് കുറച്ച് ചൊല്ലുമ്പത്തിന് തന്നെ മടുപ്പ് വരികയാണ്, ചെയ്യാൻ തോന്നണില്ല എന്ന് പറയണ കേൾക്കാം. നിങ്ങളെ ഒക്കെ കൂടെ ഒരുമിച്ച് ചൊല്ലണമെന്ന് ഞാൻ പറയണില്ല. നിങ്ങൾക്ക് കഴിയുന്ന സമയം എടുത്തിട്ട് മനസ്സിൽ അത്രയും നിയ്യത്ത് വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ അത്രയും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ നിയ്യത്ത് വെച്ച് ചൊല്ലിക്കോളി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് ഏതാണെന്ന് നോക്കാം. ഈ ഒരു അമലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതൊരു കാര്യത്തിനും ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു അമൽ തന്നെയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കാട്ടില്ലേ, ഈ ഒരു അമൽ നിങ്ങൾ ചൊല്ലുന്നതിന് മുമ്പായിട്ടേ ഒരു 100 തവണ കഴിയുമെങ്കിൽ ഒരു 100 തവണ നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇസ്തിഗ്ഫാറിനെ ചൊല്ലുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ ചെയ്തത് അറിയാവുന്ന ചില തെറ്റുകളുണ്ടാകും, ശരിയല്ലേ. നമ്മൾ ഈ ഫോൺ കൊണ്ട് തന്നെ ഇപ്പോൾ എത്രയേറെ തെറ്റുകൾ ചെയ്യുന്നുണ്ടാകും. അത് ഞാൻ നോർമലായിട്ടൊരു കാര്യം പറഞ്ഞതാണ് അല്ലേ. കാരണം റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോഴും വീഡിയോസ് കാണുമ്പോഴും ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ പറയുന്നേക്കാം ഞാനിങ്ങനെ കണ്ടു പോവുകയാണ് എന്നുള്ളത് പറയുന്ന കേൾക്കാറുണ്ട്. അപ്പോൾ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു ശാബാൻ മാസത്തിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനി നമ്മളിലേക്ക് വരുന്നത് റമളാൻ കൂടിയാണ്. അപ്പോൾ അതിനേക്കുള്ളൊരു മുന്നൊരുക്കം നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ നടത്തുക കൂടെ ചെയ്യുക. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇത്തരത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട്
നമ്മൾ പടച്ചവനോട് പറയാം, ഞാനിങ്ങനെ തെറ്റുകൾ ചെയ്തു പോയി റബ്ബേ എന്ന് നമ്മൾ പറഞ്ഞ് പശ്ചാത്തപിക്കുക തന്നെ ചെയ്യണം. ഇത്തരത്തിൽ നമ്മൾ പശ്ചാത്തപിച്ചതിന് ശേഷം ജസല്ലാഹു അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഹുവ അഹ്ലു, ജസല്ലാഹു അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഹുവ അഹ്ലു, ജസല്ലാഹു അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഹുവ അഹ്ലു. ഈ പരിശുദ്ധമായിട്ടുള്ള സ്വലാത്ത് ഉണ്ടല്ലോ, ഈ പരിശുദ്ധമായിട്ടുള്ള സ്വലാത്തിനെ 1001 തവണ നമ്മൾ നിയ്യത്ത് വെക്കുക. ഇതിൻ്റെ ഈ ഒരു ആവശ്യം നേടിക്കിട്ടാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബേ ഞാൻ ഈ ഒരു അമല് ചെയ്യുകയാണ് എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ബോധ്യമുണ്ടെങ്കിൽ, ആ ഒരു ബോധ്യത്തോടു കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്ത് തുടങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക തന്നെ ചെയ്യൂല്ലേ. നമ്മൾ ഒരുപാട് മെനക്കെട്ടിരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല. വെറും ഈസി ആയിട്ട് ഏതൊരു സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. ജസല്ലാഹു അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഹുവ അഹ്ലു ചൊല്ലാൻ എന്തോരം ഈസിയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളില്ലേ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കടമുള്ള വ്യക്തികളിൻ്റെ ഓരോ വീഡിയോസും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത്തരത്തിൽ കടമുള്ള വ്യക്തികൾ നിങ്ങൾ നീയത്ത് വെച്ചോളിയും. നിങ്ങളുടെ കാര്യങ്ങൾ നേടിക്കിട്ടണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കടത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സലാത്തിന് നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം നിങ്ങൾ നീയത്ത് വെച്ചിട്ട് ചൊല്ലി തുടങ്ങിക്കോളിയും. അവിടെ ഒരു പ്രതീക്ഷ, അവിടെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇത് ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല. നമ്മൾ ചെല്ലണത് മുത്ത് റസൂലിൻ്റെ സലാത്താണ്. ചെല്ലണതോ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു ഷാബാൻ മാസത്തിലുമാണ്. വേറെ എന്ത് വേണം? ഒരു സലാത്ത് നമ്മൾ ചെല്ലിയിട്ടുണ്ടെങ്കിൽ 10 സലാത്ത് പടച്ച തമ്പുരാൻ നമുക്ക് വേണ്ടി ചെല്ലുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അത് നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ചു കൊണ്ട് നിങ്ങൾ ഈ ഒരു അമല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക. ഇതിൻ്റെ ഫലം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റി തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണല്ലേ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇതൊക്കെ തന്നെയല്ലേ ജീവിതം. അപ്പോൾ റബ്ബ് അതിനൊക്കെ ഒരു വച്ച് നമുക്ക് കാണിച്ചു തരുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. നല്ലൊരു വിഷയവുമായിട്ട് ഇനി വീണ്ടും വരാം. വസിയത്തോടു കൂടെ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.